സാസ് വേൾഡ് ഓഫ് ക്രിയേറ്റിവിറ്റിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബ്രോക്കൺ ഗിറ്റാർ ടോയ് ആയിട്ടാണ്. ഈ ബ്രോക്കൺ ഗിറ്റാർ ടോയ് കൊണ്ട് നമുക്കൊരു ക്ലോക്ക് ഉണ്ടാക്കി നോക്കിയാലോ. ക്ലോക്ക് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇത്തരത്തിൽ നീഡിൽ ഫിക്സ് ചെയ്തിട്ടുള്ള ഒരു മെഷീൻ അത്യാവശ്യമാണ്. ഞാൻ എടുത്തിരിക്കുന്നത് നിലത്ത് വീണ് പൊട്ടിപ്പോയ പഴയ ഒരു ക്ലോക്കിൻ്റെ മെഷീനാണ്. പഴയ മെഷീൻസാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ബാറ്ററി ഇട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. മെഷീൻ ഫിറ്റ് ചെയ്യാൻ നമുക്കൊരു ഹോൾ ആവശ്യമാണ്. ഗിറ്റാർ ടോയ് ആയതുകൊണ്ട് ഇതിനകത്ത് ഓൾറെഡി ഒരു ഹോളുണ്ട്. അത്യാവശ്യമാണെങ്കിൽ മാത്രം ഇതൊരല്പം വലിപ്പം കൂട്ടുക. ഞാൻ അത്തരത്തിൽ വലിപ്പം ഒരല്പം കൂട്ടിയിട്ടുണ്ട്. ഈ ഹോള് വലുതാക്കിയതിന് ശേഷം ഇവിടെയാണ് മെഷീൻ ഫിറ്റ് ചെയ്യേണ്ടത്. മെഷീൻ ഫിറ്റ് ചെയ്യുന്നതിന് ഒരു കട്ടിയുള്ള കാർഡ്ബോർഡ് പേപ്പർ അത്യാവശ്യമാണ്. അതിനകത്താണ് നമ്മൾ മെഷീൻ ഫിക്സ് ചെയ്യുന്നത്. ഈ കാർഡ്ബോർഡ് പേപ്പറിൻ്റെ മെഷർമെൻറ്റ് ഈ ഇട്ടിരിക്കുന്ന ഹോളിനേക്കാളും ഒരല്പം കൂടി വലുതാണ്. അത്തരത്തിൽ മെഷർ ചെയ്ത് കട്ട് ചെയ്തെടുത്തൊരു കാർഡ്ബോർഡ് പേപ്പറാണ്. ഈ കാർഡ്ബോർഡ് പേപ്പറിനെ മെഷീൻ ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ ഗം തേച്ച് ഫിക്സ് ചെയ്യുക. എന്നിട്ട് വേണം മെഷീൻ ഫിറ്റ് ചെയ്യാൻ. ഈ മെഷീൻ നമുക്ക് ഈസി ആയിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കാരണം ഈ നീഡിൽ റിമൂവ് ചെയ്യാൻ അത്ര പ്രയാസമൊന്നുമില്ല. ഈ നീഡിൽ റിമൂവ് ചെയ്തതിന് ശേഷം ഈ നീഡിൽ ഹോൾഡ് ചെയ്യുന്ന ഒരു ഹോൾഡറുണ്ട്. ഇനി വേറെ എന്തെങ്കിലും പേര് പറയുമെന്ന് എനിക്കറിയില്ല. ആ ഹോൾഡറാണ് നമുക്ക് ഈ പേപ്പറിനകത്തിട്ടിരിക്കുന്ന ഹോളിൽ ഫിക്സ് ചെയ്യേണ്ടത്. അത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഉറച്ചിരിക്കണം, ലൂസ് ആകാൻ പാടില്ല. ഇതിന് ശേഷം ഈ ഹോൾഡറിലേക്ക് നമുക്ക് തിരിച്ച് ഈ നീഡിൽസ് എല്ലാം ഫിക്സ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. ഇത്ര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഈ നീഡിൽ ഭയങ്കര സോഫ്റ്റാണ്. അത് കാരണം നമ്മൾ എടുക്കുകയും പിടിക്കുകയും ചെയ്യുമ്പോഴത്തേനും ഒരല്പം വളഞ്ഞു പോകും. ബട്ട് കുഴപ്പമില്ല, അത് നമുക്ക് ഒടിയാതെ തന്നെ നിവർത്തിയെടുക്കാൻ പറ്റുന്നതാണ്. അത് കണ്ട് പേടിക്കുകയൊന്നും വേണ്ട. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ മെഷീൻ നമ്മൾ ഈ ഹോളിൽ ഫിറ്റ് ചെയ്തതിന് ശേഷം ക്ലോക്ക് അല്ലേ, അന്നേരം നമുക്കിത് ബാറ്ററി ചേഞ്ച് ചെയ്യേണ്ടിയൊക്കെ വരുമല്ലോ. അപ്പോൾ ഇത് ഗിറ്റാർ ആയത് കാരണം ഇതിൻ്റെ പുറകുവശം ഇത്തരത്തിൽ ക്ലോസ്ഡ് ആണ്. ഈ ബാറ്ററി ഒക്കെ എപ്പോഴും ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇവിടെ ഒരു ചെറിയ ഓപ്പണിങ് ചെയ്ത് കൊടുക്കാം. ബാറ്ററി ചേഞ്ച് ചെയ്യുന്നതിന് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു സ്ക്വയർ ഷേപ്പിലാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഇനി ഈസിലി കൈ കയറ്റാൻ എളുപ്പമാണ്. അതിനുശേഷം നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന കാർഡ്ബോർഡ് പേപ്പർ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഹോളിലാണ് നീഡിൽ മെഷീൻസ് ഫിറ്റ് ചെയ്യേണ്ടത്. അതിന് മുന്നേ തന്നെ ഈ ഗിറ്റാറിൻ്റെ പൊട്ടിയ എല്ലാ ഭാഗങ്ങളും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ മെഷീൻ ഫിറ്റ് ചെയ്യാം. ഇതാണ് ഗിറ്റാർ ക്ലോക്കിൻ്റെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഗിറ്റാർ ക്ലോക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇത് നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോയുമായിട്ട് വേഗം വരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി.